ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന ബംഗ്ലാദേശും ന്യൂസിലൻഡും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിൽ ന്യൂസിലൻഡ് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയതോടെ ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലൻഡും ഔദ്യോഗികമായി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതോടെ ഗ്രൂപ്പ് എയിൽ നിന്നും സെമി ഫൈനൽ കാണാതെ ബംഗ്ലാദേശും പാകിസ്ഥാനും പുറത്തായിരിക്കുന്നു. ഇനി ഇന്ത്യക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡുമായിട്ടുള്ള ഒരു മത്സരം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ന്യൂസിലൻഡിനും ഇന്ത്യയുമായിട്ടുള്ള ഒരു മത്സരം തന്നെ ബാക്കിയുള്ളൂ. മാർച്ച് 2 ദുബായിലാണ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം നടക്കാനിരിക്കുന്നത്. എന്നാൽ സെമി ഫൈനൽ കടന്ന ഇരു ടീമുകൾക്കും ആ മത്സരം ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുന്ന ഒരു മത്സരമാകും. ഇന്ത്യ ന്യൂസിലൻഡ് തമ്മിലുള്ള മത്സരത്തിൽ കൂടുതൽ വിജയസാധ്യത ആർക്കാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ടീം ഇന്ത്യയിലെ എല്ലാ താരങ്ങളും നല്ല ഫോമിലാണ് ഉള്ളത്. ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ നിരയിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലിയും ഒക്കെ നല്ല ഫോമിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലി കൂടി ഗംഭീരമായ ഫോമിലേക്ക് തിരികെ വന്നതിനാൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ കൂടുതൽ ഡെപ്തിലേക്ക് മാറിയിരിക്കുന്നു. ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് ടോപ്പ് ഓർഡറിൽ വില്യം, ഡിവോൺ കോൺവേ, കെയ്ൻ വില്യംസൺ എന്നിവരാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ ബാറ്റ് ചെയ്തത്. വില്യം പാകിസ്ഥാനുമായി സെഞ്ചുറി നേടി. പക്ഷേ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. കെയ്ൻ വില്യംസൺ ആകട്ടെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഫ്ലോപ്പായിട്ടാണ് മടങ്ങിയത്. 2 അക്കം പോലും കടക്കാതെയാണ് അദ്ദേഹം 2 കളിയിലും പുറത്തായത്. ഡിവോൺ കോൺവേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. ന്യൂസിലൻഡിന് വില്യംസന്റെ കാര്യത്തിലാണ് ഏറെ നിരാശയുള്ളത്. വില്യംസണും വില്യങ്ങും കൂടി അടുത്ത മത്സരത്തിൽ ഫോമിലേക്ക് വന്നാൽ അവരുടെ ടോപ്പ് ഓർഡറും അതിശക്തമാകും. അങ്ങനെ വന്നാൽ ഇന്ത്യൻ ബൗളർമാർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. വില്യംസൺ ക്രീസിൽ ഉറച്ചു നിന്നാൽ പിന്നെ അദ്ദേഹത്തെ പുറത്താക്കുക ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നിരയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്ര മികച്ചതല്ല ന്യൂസിലൻഡിന്റേത്. ടോപ്പ് ഓർഡർ പോലെ തന്നെ ഇന്ത്യയുടെ മിഡിൽ ഓർഡറും ശക്തമാണ്. ശ്രേയസ് അയ്യർ, KL രാഹുൽ, അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ എല്ലാവരും ഇപ്പോൾ നല്ല ഫോമിൽ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ശ്രേയസ് അയ്യരുടെ ബാറ്റിംഗ് ആണ്. അദ്ദേഹം കഴിഞ്ഞ പല ഏകദിന മത്സരങ്ങളിലും മിഡിൽ ഓർഡറിൽ നന്നായി തന്നെ കളിക്കുന്നുണ്ട്. മിഡിൽ ഓർഡറിൽ ഇന്ത്യക്ക് കൂടുതൽ പ്രതീക്ഷയും ശ്രേയസ് അയ്യറിലാണ്. ന്യൂസിലൻഡിന്റെ മിഡിൽ ഓർഡറിൽ നോക്കുമ്പോൾ രച്ചിൻ രവീന്ദ്ര, ടോം ലാഥൻ, ഗ്ലെൻ ഫിലിപ്സ് ഒക്കെ നന്നായി തന്നെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ ബംഗ്ലാദേശുമായിട്ടുള്ള മത്സരത്തിൽ രച്ചിൻ രവീന്ദ്ര സെഞ്ചുറി നേടി ഫോം കണ്ടെത്തിയതോടെ ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് കൂടുതൽ ശക്തമായിരിക്കുന്നു. ഫോമിലേക്ക് എത്തിയാൽ ഏത് ബൗളർമാരെയും അനായാസം നേരിടാൻ കെൽപ്പുള്ള താരമാണ് രച്ചിൻ രവീന്ദ്ര. അതുപോലെ ടോം ലാഥൻ, ഗ്ലെൻ ഫിലിപ്സ് ആകട്ടെ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നല്ല പ്രകടനം തന്നെ പുറത്തെടുത്തു. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് പെടുന്നനെ റൺസ് ഉയർത്തുന്ന ഫിലിപ്സിനെയാണ് അടുത്തിടെയായി നമ്മൾ കാണുന്നത്. ഇന്ത്യൻ ബൗളർമാർക്കെതിരിലും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കീഴ്മേലായി മറിയും. ഇന്ത്യയുടെ ബൗളിംഗ് നിര നോക്കുമ്പോൾ കഴിഞ്ഞ പല മത്സരങ്ങളിലും 3 സ്പിന്നർമാരെയാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലപ്പോഴും ഏറെ വിജയകരമാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ 2 സ്പിന്നർമാരാകട്ടെ ആവശ്യഘട്ടത്തിൽ നല്ല ബാറ്റിംഗ് പുറത്തെടുക്കാൻ കഴിവുള്ള ഓൾറൗണ്ടർമാർ കൂടിയാകുമ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് മെച്ചപ്പെട്ടതാകും. മാത്രമല്ല റയറായി സ്പിൻ ബൗളിംഗ് കൈകാര്യം ചെയ്യുന്ന കുൽദീപ് യാദവ് കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലേക്ക് മടങ്ങിയെത്തിയതോടുകൂടി ഇന്ത്യയുടെ ബൗളിംഗിന് മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. പേസ് നിരയിൽ മുഹമ്മദ് ഷമി, ഹർഷിത് റാണ, ഹാർദിക് പാണ്ഡ്യ കൂടി ചേരുമ്പോൾ നല്ലൊരു ബൗളിംഗ് ഡെപ്ത് ഇപ്പോൾ ഇന്ത്യക്കുണ്ട്. മുഹമ്മദ് ഷമി കഴിഞ്ഞ പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ വിക്കറ്റ് എടുക്കാതെ പോയത് നമുക്ക് നേരിയ ഒരു നിരാശ നൽകുന്നുണ്ട്. എങ്കിലും ബംഗ്ലാദേശിനെതിരെ 5 വിക്കറ്റ് നേടിയത് ഷമിയുടെ കാര്യത്തിൽ നമുക്ക് ഏറെക്കുറെ ആശ്വസിക്കാം. അതുപോലെ തന്നെയാണ് ന്യൂസിലൻഡിന്റെ കാര്യത്തിലും. ഇന്ത്യയുടെ പോലെ തന്നെ ന്യൂസിലൻഡ് സ്പിന്നർമാരും ആധിപത്യം പുലർത്തുന്നുണ്ട്. പിൻ ഓപ്ഷനിൽ റയറായി ബൗൾ ചെയ്യുന്ന നായകൻ മിച്ചൽ സാനർ ബൗളിംഗിൽ നല്ല മികവ് കാട്ടുന്നുണ്ട്. ഒപ്പം പാർട്ട് ടൈം ബൗളർമാരായിട്ട് ഗ്ലെൻ ഫിലിപ്സിനെയും മൈക്കൽ ബ്രേസ്വെലിനെയും ഒക്കെ അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും മൈക്കൽ ബ്രേസ്വെൽ റൺസ് കൂടുതൽ വിട്ടുകൊടുക്കാതെ തന്നെ നല്ല രീതിയിലാണ് ബൗൾ ചെയ്തത്. ബംഗ്ലാദേശിനെതിരെ 4 വിക്കറ്റും അദ്ദേഹം നേടി. മാത്രമല്ല ബ്രേസ്വെൽ, മിച്ചൽ സാൻഡർ എന്നിവർ ബൗളിംഗിന് പുറമെ ബാറ്റിംഗ് കൂടി ആവശ്യഘട്ടത്തിൽ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരാണ്. അപ്പോൾ ഇന്ത്യക്കുള്ളതുപോലെ തന്നെ നല്ലൊരു ഓൾറൗണ്ടിംഗ് പെർഫോമൻസ് പുറത്തെടുക്കാനുള്ള താരങ്ങളും ന്യൂസിലൻഡിനും ഉണ്ട്. അവരുടെ പേസ് നിരയിലേക്ക് നോക്കുമ്പോൾ ഇന്ത്യയോട് കിടപിടിക്കുന്ന ഒരു പേസ് നിര ഇപ്പോൾ അവർക്കുണ്ട്. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ വില്യം റൂർക്കി, മാറ്റ് ഹെൻറി മികച്ച പ്രകടനം പുറത്തെടുത്തത് നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ദുബായിലെ പിച്ചിന്റെ സാഹചര്യം നോക്കുമ്പോൾ പേസ് നിരയേക്കാൾ ഇന്ത്യക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുക സ്പിന്നർമാരാകും. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്പിന്നർമാരെല്ലാം ദുബായ് പിച്ചിൽ നന്നായി തന്നെ പെർഫോം ചെയ്യുന്നത് ന്യൂസിലൻഡ് ബാറ്റർമാരെ ഏറെ ബുദ്ധിമുട്ടാക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ബാറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ബൗളിംഗിന്റെ കാര്യത്തിലാണെങ്കിലും ന്യൂസിലൻഡും ഒട്ടും പിന്നിലല്ല എന്ന് ചുരുക്കം. എന്നാൽ ഇതൊക്കെ ഒരു ഭാഗത്തുണ്ടായിരിക്കെ ഇന്ത്യക്ക് ഏറെ അനുകൂലമാകുന്നത് ദുബായിലെ പിച്ചിന്റെ സാഹചര്യമാണ്. മറ്റെല്ലാ ടീമുകളെയും അപേക്ഷിച്ച് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങൾ ദുബായിലാണ് നടക്കുന്നത്. അപ്പോൾ തുടർച്ചയായി ഒരേ പിച്ചിൽ തന്നെ കളിക്കുക എന്നത് ഇന്ത്യക്ക് അത് നല്ല അനുകൂലമായ ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനെതിരെ ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയൻ താരം പാറ്റ് കമ്മിൻസ് അടക്കം പല പ്രമുഖരും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പിച്ചിന്റെ സ്വഭാവം മറ്റു ടീമുകളെക്കാൾ വ്യക്തമായി ടീം ഇന്ത്യക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് കളി നിയന്ത്രിക്കാനും ഒക്കെ അവർക്കേറെ കഴിയും എന്നത് ഇന്ത്യക്കേറെ അഡ്വാൻറ്റേജ് ആണ് നൽകുന്നത്. അതിനു പുറമെ കൂടുതൽ റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ലോ ഡൗൺ പിച്ചായിട്ടും ഇന്ത്യക്ക് കഴിഞ്ഞ മത്സരങ്ങളിൽ നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞതും അതിലേറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ന്യൂസിലൻഡുമായിട്ടുള്ള മത്സരമാണെങ്കിലും അതിനുശേഷം നടക്കുന്ന സെമി ഫൈനൽ ആയാലും ഇതേ പിച്ചുകളിൽ തന്നെയായിരിക്കും ഇന്ത്യയുടെ മത്സരം നടക്കുന്നത്. സെമി ഫൈനൽ ജയിച്ച് ഇന്ത്യ ഫൈനലിൽ കടന്നാലും ഇതേ പിച്ചിൽ തന്നെയായിരിക്കും മത്സരം നടക്കുക. ഏതായാലും ഇന്ത്യക്കേറെ അനുകൂലമായ സാഹചര്യമാണ് ദുബായിലെ പിച്ചിൽ. പാകിസ്ഥാനോടും ബംഗ്ലാദേശ്
ബംഗ്ലാദേശിനോടും ഏറ്റുമുട്ടിയതുപോലെ അത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല ന്യൂസിലൻഡിനെ. തീർച്ചയായും ഈ മത്സരം ഇരു ടീമുകൾക്കും ഒരു തുല്യ പോരാട്ടം തന്നെയായിരിക്കും. ഈ സാധ്യതകളെല്ലാം ന്യൂസിലൻഡ് അട്ടിമറിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.